ഹേ കൃഷ്ണ. ഇന്ന് മേട പൗർണമിയാണ്. മേടമാസത്തിലെ പൗർണമിയാണ്. ഈ ദിവസം എന്തൊക്കെ പൂജകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ കർമ്മഫലങ്ങൾ കുറയുന്നതിന് ഈ ദിവസത്തെ പ്രാർത്ഥനയും വഴിപാടും പൂജകളും ഒക്കെ നമുക്ക് സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ വിധത്തിലുള്ള ദാനധർമ്മമാണെങ്കിലും വഴിപാടുകളാണെങ്കിലും പൂജാതി കർമ്മങ്ങളാണെങ്കിലും ഒക്കെ ചിത്രഗുപ്തരെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കർമ്മവിനകൾ നമുക്ക് ഈ ഒരു ദിവസത്തെ ദാനത്തിലൂടെ കുറയ്ക്കാൻ സാധിക്കും. ഇത് കൂടാതെ മറ്റു പൂജകളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ദിവസം ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം, കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ അഭിഷേകം, പൊങ്കാല ഇടുന്ന ക്ഷേത്രമാണെങ്കിൽ പൊങ്കാല തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് വഴി നിങ്ങളുടെ കർമ്മവിനകൾ കുറഞ്ഞു കിട്ടും. ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ദിവസം നമ്മൾ ചൊല്ലേണ്ട നാമം എന്ന് പറയുന്നത് 108 തവണ ചൊല്ലേണ്ട നാമമാണ് ഓം ഹ്രീം നമ എന്നുള്ളതാണ്. ഓം ഹ്രീം നമ എന്നുള്ളതാണ്. ലക്ഷ്മി പൂജ ചെയ്യുന്നവർക്ക് മറ്റു നാമങ്ങളൊക്കെ തന്നെ ചൊല്ലാമെന്നുണ്ടെങ്കിലും ഈ ഒരു നാമം കൂടി ഈ ഒരു ദിവസം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. നാളെ പൗർണമി തിഥി ആയതുകൊണ്ടും വെള്ളിയാഴ്ച ആയതുകൊണ്ടും നാളെ ഉച്ചയ്ക്ക് വരുന്ന ശുക്രഹോരയിൽ വെള്ളി വാങ്ങുന്നതിന് വളരെ നല്ല ഫലങ്ങൾ നൽകും. ഉച്ചയ്ക്ക് ശുക്രഹോര വരുന്നത് 1:10-നും 2:10-നും ഇടയ്ക്കുള്ള ആ 1 മണിക്കൂർ സമയമാണ്. അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ചെറിയ ഒരു സിൽവർ കോയിൻ വാങ്ങാവുന്നതാണ്. കുടുംബക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണ് എങ്കിൽ വീട്ടിൽ തന്നെ സന്ധ്യയ്ക്ക് ചന്ദ്ര പൊങ്കാലയിട്ട് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. കൂടാതെ ചന്ദന അർഘ്യം കൊടുക്കുന്നതിലും ഈ ഒരു ദിവസം വളരെ നല്ല ഫലം ലഭിക്കും. ഏതൊരു പൗർണമിയാണെങ്കിലും ആ ഒരു ദിവസം ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ ചന്ദ്രനെ നോക്കിയിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് വളരെ നല്ല ഫലമാണ് ലഭിക്കുന്നത്. ചിത്രാ പൗർണമിയിൽ നമ്മൾ ലളിതാ സഹസ്രനാമം ചന്ദ്രനെ നോക്കിയിരുന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ കർമ്മവിനങ്ങൾ മാറിക്കിട്ടും, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും. അങ്ങനെ വളരെയധികം ബെനിഫിറ്റ്സും ഉണ്ട്. രോഗങ്ങളുള്ളവരാണെങ്കിൽ ഈ ഒരു ദിവസം ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം മരുന്ന് കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ കുറയുന്നതിന് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യമായി മരുന്ന് കഴിക്കുന്നവർ ആണെങ്കിൽ പോലും രാത്രിയിൽ ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഫലങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും കുടുംബക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക്, ഒരുപാട് കാലമായി ആഗ്രഹിച്ചിട്ടും പോകാൻ സാധിക്കാത്തവരൊക്കെ തന്നെ ചന്ദ്ര പൊങ്കാലയിട്ട് കുടുംബദേവതയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുലദൈവ ശാപമോ കുലദൈവ ദോഷമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. മൂന്നാമതായിട്ട് ഈ ഒരു ദിവസം നമ്മൾ ചന്ദ്രനെ നോക്കി ചൊല്ലുന്ന നാമങ്ങൾക്ക് നമുക്ക് 1000 ഇരട്ടി ഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു പൗർണമി ദിവസം ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരാണെങ്കിലും ഈ ഒരു പൗർണമിയിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ വളരെയധികം ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പീരീഡ്സോ പുലവാലായ്മ ഉള്ളവർക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ പീരീഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം വെച്ച് നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മുടെ കയ്യിൽ ആ വെള്ളം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു 5 മിനിറ്റ് ചന്ദ്രനെ ആ ഒരു നിലാവ് നമ്മുടെ ശരീരത്തിൽ പതിക്കുന്ന രീതിയിൽ ഇരുന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഒരേ ഒരു ആഗ്രഹം പ്രാർത്ഥിക്കാവുന്നതാണ്. ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന് ചൊല്ലാവുന്നതാണ്. ഇതിപ്പോൾ പീരീഡ്സ് ആണെങ്കിലോ പുലവാലായ്മയാണെങ്കിലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അതിനുശേഷം ആ ഒരു കുപ്പി വെള്ളം നല്ലതുപോലെ അടച്ച് ചന്ദ്രകിരണങ്ങൾ ഏൽക്കുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കാവുന്നതാണ്. അന്ന് രാത്രി മുഴുവൻ ആ കുപ്പി അവിടെ തന്നെ വയ്ക്കാവുന്നതാണ്.
അടച്ചു വെക്കണം. കാരണം അടുത്ത ദിവസം നമുക്ക് ആ വെള്ളം എടുത്ത് കുടിക്കേണ്ടതാണ്. അടുത്ത ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ സൂര്യോദയത്തിന് മുൻപായി തന്നെ എടുക്കണം. ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആ കുപ്പി വെള്ളം വീടിനുള്ളിലേക്ക് എടുക്കണം. സൂര്യകിരണങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ആ ചന്ദ്രകിരണങ്ങളുടെ ആ ഒരു ശക്തിയെല്ലാം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് സൂര്യോദയത്തിന് മുൻപ് തന്നെ എടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ കുടുംബത്തിലൊരാഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിച്ചതെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കാവുന്നതാണ്. അതല്ല, നമ്മുടെ മാത്രം ആഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിച്ചതെങ്കിൽ ആരാണോ ആഗ്രഹം പ്രാർത്ഥിച്ചത്, ആരാണോ ആ കുപ്പിയിൽ വെള്ളം നിറച്ച് ആഗ്രഹം പ്രാർത്ഥിച്ചത്, അവർ മാത്രം അത് കുടിച്ചാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ പ്രത്യേക കുപ്പിയിൽ വെള്ളം നിറച്ച് ഇതുപോലെ ചന്ദ്രകിരണങ്ങൾ ഏൽക്കുന്ന രീതിയിൽ വെക്കുന്നതിന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ധനവരവിന് വേണ്ടി പൗർണമിയിൽ ചെയ്യുന്ന ഒരു താന്ത്രികത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പേർ ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. 3 മാസത്തിൽ ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി. ഒരു ഗ്രീൻ കളർ ക്ലോത്തിൽ ഒരു 3 അല്ലെങ്കിൽ 4 മല്ലിയുടെ വേര് മതി. ഒരുപാടൊന്നും വേണ്ട. 4 മല്ലിയുടെ വേര് നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ മല്ലി വാങ്ങിക്കാൻ കിട്ടും. മല്ലിയുടെ ഈ ചെടി വാങ്ങിക്കാൻ പറ്റും, അതിൻ്റെ മല്ലിയിലയായിട്ട്. അപ്പോൾ അതിൻ്റെ വേര് മാത്രം എടുത്ത് വെച്ച് ഇതിന് ചെയ്യാം. ഇല നമുക്ക് ബാക്കി സാമ്പാറിലോ എന്തിലേലും ഇടാം. ജാതിക്കയാണ് പിന്നെ വേണ്ടത്. 3-4 മല്ലിയുടെ ഇലയും വേരും ജാതിക്കയുമാണ് വേണ്ടത്. ഇത് ഗ്രീൻ കളർ ക്ലോത്തിൽ ഇത് രണ്ടും കൂട്ടിക്കെട്ടി നമ്മുടെ ക്യാഷിൻ്റെ ബോക്സിൽ വെക്കേണ്ടത്. 3 മാസം കഴിയുമ്പോൾ അതെടുത്ത് ആരും ചവിട്ടാത്തെടുത്ത് കളയാം. പുതിയത് വീണ്ടും പൗർണമി ദിവസം വെക്കാൻ നിങ്ങൾക്ക്. മല്ലിവേരൊക്കെ ഉണങ്ങിപ്പോകും. എന്നാൽ ജാതിക്ക അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ആ ജാതിക്ക വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അതങ്ങനെ തന്നെ നമ്മൾ കളയണം. 3 മാസം കഴിഞ്ഞ് പുതിയത് വേണം കെട്ടിവെക്കേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പീരിയഡ് ടൈം, പുലവാലായ്മ അങ്ങനെ ഒന്നും തന്നെ നോക്കാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു താന്ത്രികവുമാണ്. അപ്പോൾ നാളത്തെ പൗർണമിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ പൗർണമിക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഈ പൗർണമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന ദാനത്തിന് വളരെയധികം പുണ്യം ലഭിക്കുന്ന ഒരു പ്രത്യേക സമയമാണിത്. പ്രത്യേകിച്ചും കറുത്തവാവ് വെളുത്തവാവ് ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന